ഇത് അവൽക്കപ്പ. ഇത് കപ്പ അരിഞ്ഞ് തിളച്ച വെള്ളത്തിട്ട് വാട്ടിയെടുക്കണതാണ്. അത് കുറച്ചു നേരം തിളച്ച വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ട് ഇതേപോലെ ആകുമ്പോൾ അവർ വെയിലത്തിട്ട് ഉണക്കിയാണിത് വിൽക്കണത്. അപ്പം നമുക്കിത് കേടാതെ ഇരിക്കും. അപ്പം അവൽക്കപ്പയാണ് ഇതിൻ്റെ പേര്, അവൽക്കപ്പ എന്നാണ്. അപ്പം നമുക്കിത് ഒരു ഉപ്പുമാവിണക്ക അവൽക്കപ്പ കൊണ്ട്. നമ്മളിന്ന് ഇണക്കുന്നത് ഒരു അവൽക്കപ്പയാണ്. അവൽക്കപ്പ കൊണ്ടൊരു ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. അത് വെള്ളത്തിൽ ഇട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് ഉപ്പുമാവാക്കുന്നത്. ഇത് കുതിർന്ന് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് വേവിച്ച് ഉപ്പുമാവാക്കുന്നത്. പിന്നീട് നമുക്ക് കാണിക്കാം. അത് വെള്ളമൊഴിച്ച് നമ്മൾ ഇടണം. മുങ്ങിക്കിടക്കാവുന്നത്ര വെള്ളം ഒഴിക്കണം. 1/2 കിലോ കപ്പയാണ് നമ്മൾ അവൽക്കപ്പയാണ് വെള്ളത്തിൽ ഇട്ടത്. 1 മണിക്കൂർ ഇത് കിടക്കണം. ഇത് 1 മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്ത കപ്പയാണ്. ഈ അവൽക്കപ്പ കൊണ്ടാണ് നമ്മൾ ഉപ്പുമാവ് ഇണക്കുന്നത്. അത് ഇനി വേണ്ട സാധനങ്ങൾ, ഇത് കുക്കറിലാണ് നമ്മളൊരു ചൂള വേപ്പിക്കുന്നത്. അതിന് വേണ്ട ഉപ്പുമാവിനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. 1 മുറി തേങ്ങ ചിരണ്ടിയത്, പിന്നെ ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞത്, ഉണക്കമുളക്, വേപ്പില, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്. ഇതൊക്കെ ചേർത്താണ് നമ്മളൊരു ഉപ്പുമാവ് ഇണക്കാൻ പോകുന്നത്. 1 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കണം. അതിൻ്റെ ശേഷം നമുക്കിത് 1 സ്പൂണ് ഉപ്പിടണം. ഒരു ഒറ്റ ചൂള കേട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉരുളിയുടെ അകത്തോട്ട് ഇത് ഉപ്പുമാവാക്കാനുള്ള രീതിക്ക് ആകും. അന്നേരം ഇറക്കാം. ഉപ്പുമാവ് റെഡിയാക്കാനുള്ള എണ്ണ ഒഴിക്കുകയാണ്. കടുക് ഇടുകയാണ്. ഇഞ്ചി ഇട്ട്, പച്ചമുളക്, വേപ്പില, 2 ഉണക്കമുളക്. ഇതൊന്ന് വാടിയതിൻ്റെ ശേഷം നമുക്ക് പീര ഇടാം. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം. നമ്മൾ കുക്കറെ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കപ്പ നമ്മളിത് ഇതിലേക്ക് ഇടുകയാണ്. അവൽക്കപ്പ വേവിച്ചതാണ് നമ്മൾ ഉപ്പുമാവ് ഇണക്കണത്. ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇറക്കാം. ഉപ്പൊക്കെ ഉണ്ടാകുന്നൊന്ന് നോക്കട്ടെ. കുഴപ്പമില്ല, നല്ലതാണ്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാമോ? നല്ലതാണ്.
അവൽക്കപ്പ കൊണ്ടൊരു ഉപ്പുമാവാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കിയത്. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.